മന്ത്രിസഭാ യോഗം നടക്കുന്ന സമയത്ത് DK ശിവകുമാർ അവിടെ ഇല്ല. പൊതുവിൽ ഇപ്പോൾ DK ശിവകുമാർ ഈ മന്ത്രിസഭാ യോഗങ്ങളിലൊക്കെ പങ്കെടുപ്പ് കുറവെന്നാണ് അറിയപ്പെടുന്നത്. DK ശിവകുമാർ അമ്പലത്തിൽ പോയി. ഇത് കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അല്ല, അമ്പലത്തിൽ പോയാൽ ഞെട്ടേണ്ട കാര്യമില്ല. പക്ഷേ അമ്പലത്തിൽ പോക്ക് തന്നെ ആയാൽ ഞെട്ടിപ്പോകും. കാരണം കയ്യിലെപ്പോഴും ഒരു ചുവന്ന ചരടൊക്കെ കെട്ടി നടക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക പ്രദേശ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനും കൂടിയാണ് ശിവകുമാർ. ശിവകുമാർ ഫെബ്രുവരി മാസത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചത്, രാഹുൽ ഗാന്ധിയെ ഞെട്ടിച്ചത്, കോൺഗ്രസിനെ ഞെട്ടിച്ചത്, മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രത്യേകിച്ച് ഞെട്ടിച്ചത് ഒരു സംഭവം ഉണ്ടായി. കാരണം കുംഭമേളയ്ക്ക് പോയി. ഖാർഗെ എന്താ പറഞ്ഞത്? കുംഭമേളയ്ക്കൊക്കെ എന്തിനാണ് ആളുകൾ പോകുന്നത്? ഓരോരുത്തരും മിനിമം ഒരാൾ പോയാൽ മിനിമം ഒരു 5000 രൂപയെങ്കിലും ചിലവാകും. കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന കാശ് എന്തിനാണ് അവിടെ കൊണ്ട് കളയുന്നത് എന്നൊരു കുപ്രസിദ്ധമായ പ്രസ്താവന ഖാർഗെ പറഞ്ഞ് അതിൻ്റെ അലയൊലി അവസാനിക്കും മുമ്പേ DK ശിവകുമാർ ഭാര്യയും മകളുമായിട്ട് കുംഭമേളയ്ക്ക് പോയി പ്രയാഗ്രാജിലെ പുണ്യതീർത്ഥത്തിൽ മുങ്ങി നിവർന്ന് ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചു. ഖാർഗെയുടെ മുഖമടച്ചു കൊടുത്ത അടിയായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞപ്പോൾ ഖാർഗെ അതിനെ തള്ളി പറയുന്നത് പോലെയാണ് അതിൻ്റെ പിറ്റേ ദിവസം പോയത്. എന്നിട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് ശിവകുമാർ പറഞ്ഞത്? ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, ഞാൻ ഹിന്ദുവായിട്ടാണ് ജീവിക്കുന്നത്, ഹിന്ദുവായിട്ട് തന്നെ മരിക്കും. കോൺഗ്രസിൽ ഇന്ന് ഈ സതീശൻ മുതൽ ഖാർഗെ വരെ, അല്ലെങ്കിൽ ചെന്നിത്തല മുതൽ പ്രിയങ്ക ഗാന്ധി വരെ ഉള്ള ആളുകളെ കൂട്ടിയാൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് ഞാൻ ഹിന്ദുവാണ്, ഞാൻ ജീവിക്കുന്നത് ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവായിട്ട് തന്നെ മരിക്കുമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ ആ ആളുടെ പേര് DK ശിവകുമാർ എന്നാണ്. ഇതാണ് വ്യത്യാസം. DK ശിവകുമാർ ഇന്നലെ മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നു, വ്യാഴാഴ്ച. നമ്മുടെ ഇവിടെ കേരളത്തിൽ ബുധനാഴ്ചയാണ് നടത്തുന്നത്. കർണാടകയിൽ വ്യാഴാഴ്ച മന്ത്രിസഭാ യോഗം. മാത്രമല്ല, ഉപമുഖ്യമന്ത്രി മാത്രമല്ല, ശരിക്കും സിദ്ധരാമയ്യേക്കാൾ കൂടുതൽ അധികാരം ആർക്കാണ്? ശിവകുമാറിനാണ്. കാരണം ഒന്ന് കോൺഗ്രസിൻ്റെ പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയാണ്. പുള്ളി വിട്ടുകൊടുത്തിട്ടില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനവും എനിക്ക് KPCC കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ഒരേപോലെ വേണം. മുഖ്യമന്ത്രി സ്ഥാനം എന്ന് ചോദിച്ചിട്ട് കിട്ടിയില്ല, എന്നാൽ പിന്നെ ഞാൻ PCC അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടാണ് DK ശിവകുമാറിനുള്ളത്. DK ശിവകുമാറിൻ്റെ കാശ് കൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് ജയിക്കുന്നത്. DK ശിവകുമാറിൻ്റെ കഴിവുകൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത്. സിദ്ധരാമയ്യ ഒരു കാലഹരണപ്പെട്ട കണ്ടം ചെയ്ത വണ്ടിയാണ്. ശിവകുമാറാണ് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ DK ശിവകുമാറാണ്. സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ല. കർണാടകയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺഗ്രസ്സാണ്, ശിവകുമാറിൻ്റെ കോൺഗ്രസ്സാണ്. അപ്പോൾ ശിവകുമാർ തീരുമാനിക്കും. കാരണം പണമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർണാടകയിലെ ഖനി ലോബി അടക്കമുള്ള ആളുകളൊക്കെ BJPയുടെ അനുഭാവം കാണിക്കുന്നവരാണ്. അപ്പോൾ അതിനോട് മത്സരിച്ച് നിൽക്കാൻ പണം ഉണ്ടാവണം. പണം ഉണ്ടാക്കാൻ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മജീഷ്യൻ കർണാടകയിൽ അത് ശിവകുമാറാണ്. അതുകൊണ്ട് തന്നെ ശിവകുമാർ എന്ത് പറയുന്നോ അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് പറയാൻ ധൈര്യമില്ല, നാവും ഒന്നില്ല. ശിവകുമാർ ഒന്ന് നോക്കിയാൽ രാഹുൽ ഗാന്ധിക്ക് ട്രൗസർ നനയും, നിക്കറിൽ മുള്ളും രാഹുൽ ഗാന്ധി. അതാണ് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ പറയുന്നവർ ഓർക്കുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറയാവുന്ന അങ്ങനെയാണ് സാർ. കാരണം എന്താണെന്നറിയോ, കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര സംസ്ഥാനത്തുണ്ട് ഭരണം? 2 or 3 സംസ്ഥാനത്തെ ഭരണമുള്ളൂ. അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം കർണാടകയാണ്. കർണാടക കൂടെ അങ്ങ് പോയാൽ എന്ത് ചെയ്യും? ഇതുവരെ മത്സരിച്ച ഇലക്ഷൻ താൻ നയിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളും പരാജയപ്പെട്ട് സമ്പൂജ്യനായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു വിജയം കിട്ടിയത് കർണാടകയിലാണ്. അത് രാഹുൽ ഗാന്ധിയുടെ മിടുക്കുകൊണ്ടൊന്നുമല്ല, DK ശിവകുമാറിൻ്റെ മാത്രം മിടുക്കുകൊണ്ടും അവിടുത്തെ BJPയിലെ അന്തഛിദ്രം കൊണ്ടും ആണ് കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വന്നത് ഈ വരാൻ കഴിഞ്ഞത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് 8 നില പൊട്ടും. അതും രാഹുൽ ഗാന്ധിക്ക് അറിയാം. അത് ഏറ്റവും രാഹുൽ ഗാന്ധിയേക്കാൾ നന്നായിട്ട് ആർക്കറിയാം? DK ശിവകുമാറിനറിയാം. അതുകൊണ്ട് ശിവകുമാറിൻ്റെ ഐഡൻറ്റിറ്റി കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കുമില്ല. അതുകൊണ്ട് ഇന്നലെ മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ KPCC അധ്യക്ഷൻ കൂടിയായ ഉപമുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് സിദ്ധരാമയ്ക്കും മറ്റും ചെറിയ മുറുമുറുപ്പുണ്ടായിട്ടുണ്ട്. ഇന്നലെ എവിടെ പോയി ശിവകുമാർ? ചാമരാജനഗറിലുള്ള ശ്രീമലൈ മഹാദേവേശ്വർ ഹിൽ ടെമ്പിളിൽ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ദന്തുക്കോല സേവയിൽ പങ്കെടുത്തു. ഹുളിവദന മഹാദേവേശ്വര വെള്ളിത്തേര് എന്ന് പറയുന്ന ഒരു വെള്ളിത്തേര് വലിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. അതിനുശേഷം ശാന്ത മല്ലികാർജുന സ്വാമിയെ പോയി കണ്ടു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ജഗദ്ഗുരു ശ്രീ ശിവരാത്രി ദീക്ഷികേന്ദ്ര സ്വാമിജിയെ കണ്ടു സുട്ടൂർ മഠത്തിൽ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് സന്യാസിമാരിരിക്കുന്ന മഠങ്ങളിൽ കയറി നടക്കുകയാണ്
ഡി കെ ശിവകുമാർ ഈ ജനുവരി തുടങ്ങിയതാണ്. ഈ വർഷം ആരംഭിച്ച് തൊട്ട് ഈ രാഷ്ട്രീയ യാത്രയല്ല ശിവകുമാർ നടത്തുന്നത്, ഒരു ആത്മീയ യാത്രയാണ്. ആത്മീയ യാത്ര ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച പോയി പ്രശസ്തമായ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ പോയി. എല്ലാ ദിവസവും കർണാടകയിലെ അതിപ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങി നടക്കുകയാണ് ശിവകുമാർ. ഇതെന്താണ് ഇങ്ങനെ എന്ന് ചിലർക്കൊക്കെ ചോദ്യം വരുന്നു. കർണാടക സർക്കാർ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അറിയാമല്ലോ. കർണാടകയിൽ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ PWD വർക്കിൽ 4% സംവരണം. കർണാടകയിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം നികുതി ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളുടെ പണമെടുത്ത് സർക്കാർ കൊണ്ടുപോകുന്നു, അതിന് ടാക്സും ചുമത്തി ക്ഷേത്രങ്ങളുടെ പണമെടുത്ത് മദ്രസകൾക്കും മറ്റ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കുന്ന സർക്കാരാണ് കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ എന്നുള്ള ഇമേജ് വല്ലാതെ നിൽക്കുമ്പോഴാണ് ഉപമുഖ്യമന്ത്രിയായ KPCC അധ്യക്ഷനായ DK ശിവകുമാർ അമ്പലം തൊട്ടമ്പലം, ആശ്രമം തൊട്ടാശ്രമം, മഠം മുതൽ മഠം വരെ ഇങ്ങനെ യാത്രകൾ നടത്തുന്നത്. അപ്പോൾ കർണാടകയിലെ ഹിന്ദു വോട്ടർമാർ പതുക്കെ സിദ്ധരാമയ്യയും കോൺഗ്രസിനെയും കൈവിടുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ശിവകുമാർ. അതുകൊണ്ട് തൻ്റെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ചേർത്ത് നിർത്തുക, ഹിന്ദു വോട്ടുകൾ തനിക്ക് സമാഹരിക്കുക എന്നുള്ളത് ശിവകുമാറിൻ്റെ ഒരു ലൈനാണ്. അതോടൊപ്പം തന്നെ കർണാടകയിൽ അധികാരം കിട്ടിക്കഴിഞ്ഞിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. സിദ്ധരാമയ്ക്ക് ആവണമെന്ന് സിദ്ധരാമയ്യ, അതിൽ വിട്ടുകൊടുക്കില്ലെന്ന് ശിവകുമാർ. ഇപ്പം ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യ വല്ലാത്ത പതനത്തിലാണ്. ലോകായുക്ത കേസെടുത്തു. ഭാര്യ മുഡ എന്ന് പറഞ്ഞാൽ മധുര ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതിൻ്റെ സ്ഥലം 27 ഏക്കർ സ്ഥലമോ മറ്റോ ഭാര്യയ്ക്ക് കൊടുത്തത് അവസാനം കേസായപ്പോൾ തിരിച്ചെഴുതി കൊടുത്തു. അങ്ങനെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി വലിയ തോതിൽ അഴിമതിയും കുംഭകോണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധരാമയ്യ. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യം, അങ്ങനെ സൗജന്യങ്ങൾ ഒരുപാട് പ്രഖ്യാപിച്ച് ഇത് കൊടുക്കാൻ ഇതിനു വേണ്ടിയിട്ട് മാത്രമേ ഇപ്പോൾ പൈസയുള്ളൂ. ഒന്നിനും കർണാടക സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല. പ്രഖ്യാപനങ്ങളോട്ട് പിൻവലിക്കാനും വയ്യ. ഈ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനും കാശില്ല. പല പദ്ധതികളും പെൻഷൻ അടക്കമുള്ള പദ്ധതികളെല്ലാം മുടങ്ങുന്നു. അങ്ങനെ സർക്കാർ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇനി ഒരു കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന അടി അതിമാരകമായ അടിയാണെന്നും ഒരിക്കലും അതിൽ നിന്ന് തിരിച്ചു വരവുണ്ടാവത്തില്ല എന്നും മനസ്സിലാക്കുന്നുണ്ട് DK ശിവകുമാർ. അതുകൊണ്ട് തൻ്റെ ഹിന്ദു ബേസ്, അല്ലെങ്കിൽ താനൊരു ഹിന്ദുവാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം DK ശിവകുമാർ നടത്തുന്നുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിപ്പോൾ കർണാടകയിൽ BJPക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന നേതാക്കന്മാർ തേജസ്വി സൂര്യയെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ നേതാക്കന്മാരൊക്കെ ഉണ്ട്, മുൻ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ പ്രായാധിക്യം അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ബൊമ്മയെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നതെന്ന് പറയാം. ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ഒരുപക്ഷെ അണ്ണാമലയിലൂടെ തമിഴ്നാട്ടിൽ പരീക്ഷിച്ചതുപോലെ ഒരുപക്ഷെ DK ശിവകുമാറിലൂടെ BJP ഒരു പുതിയ പരീക്ഷണം കർണാടകത്തിൽ നടത്തുമോ എന്നുള്ള ആശങ്ക പൊതുവിലുണ്ട്. DK ശിവകുമാർ അമ്പലം കയറി, സന്യാസി മഠങ്ങൾ കയറി അവസാനം താമരക്കൂട്ടിലേക്ക് കയറിപ്പോകുമെന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ന് കർണാടക എഡിഷൻ ടൈംസ് ഓഫ് ഇന്ത്യയാണ്. കർണാടകയിലെ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് ഞാൻ പറയാൻ അവിടുത്തെ ലോക്കൽ വാർത്തയാണ്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പേര് പറയുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ളൊരു പത്രമാണ്. ആ പത്രമാണ് ശിവകുമാർ ഇങ്ങനെ ജനുവരി മുതൽ ഒരു ആത്മീയ യാത്രയിലാണ്. ഈ ആത്മീയ യാത്ര രാഷ്ട്രീയ യാത്രയായി മാറി അവസാനം കാവിക്കൊടി പിടിക്കുന്ന ഒരു ശിവകുമാറിനെ നമ്മൾ അധികം വൈകാതെ കണ്ടേക്കാമെന്ന സൂചനയാണ് നൽകുന്നത്.